ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. അപ്പം അതിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടി എന്താ ചെയ്യുന്നത്? ഇറക്കത്തിലോട്ട് നിൽക്കുന്ന വണ്ടി തള്ളിവിടാൻ നോക്കിയിട്ട് അവൻ വന്നിരിക്കുന്നതുണ്ട്. വലിയ രാജാവിനെ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നെട്ട റോഡ് വഴിയാണ് പോകുന്നത് കേട്ടോ. നെട്ട റോഡ് വഴി എന്ന് പറയുമ്പോൾ ഒരുപാട് എസ്റ്റേറ്റൊക്കെ റബ്ബർ എസ്റ്റേറ്റാണ് കൂടുതലുള്ളത്. തിരക്ക് കുറഞ്ഞ റോഡാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു ഡാമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പല ഡാമിൽ ഇവിടെ നിന്നാണ് വെള്ളങ്ങളൊക്കെ എല്ലാം പോകുന്നത്. ഇവിടെ ഇപ്പോൾ വന്നിട്ട് നല്ല പുഴ മീനൊക്കെ ഇവിടുന്ന് ഫ്രഷായിട്ട് പിടിച്ച് റെഡിയായി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചേട്ടനൊരു പാട്ടൊക്കെ പാടിയിരിക്കുകയായിരുന്നേ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും പതുക്കെ അങ്ങ് പാട്ടൊക്കെ മതിയാക്കി. നമ്മൾ ആദ്യം കുമാരകോവിലാണ് എത്തിയത്. ആ ആർച്ച് കഴിഞ്ഞ് കയറിയപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു കണ്ടോ. ഒരുപാട് വാഴകളും നെല്ല് ഒരുപാട് കൃഷികളൊക്കെ കണ്ടു. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളവിടെ ആദ്യം ആ കുളത്തിൽ പോയി കാലൊക്കെ ഒന്ന് കഴുകി തലയിൽ വെള്ളമൊക്കെ ഒന്ന് നനച്ചിട്ട് കയറാമെന്ന് വെച്ച് ഇറങ്ങിയായിരുന്നു. പക്ഷെ നല്ല ചറക്കലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കാണാൻ നല്ല ഭംഗിയായിരുന്നു. കൂടുതലും മുട്ടയടിച്ചിട്ട് പിള്ളേരെ ഇവിടെ കുളിപ്പിച്ചിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലോട്ട് കയറ്റുന്നത്. അതുകൊണ്ട് കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി. നല്ല ചൂടായിരുന്നു പടിക്ക്. ഇത് തുലാഭാരത്തിനുള്ളത്. ആ പുതിയതാണെന്ന് തോന്നുന്നു. ആ ഗ്രില്ലിൻ്റെ അകത്തുള്ളത് പഴയതാണെന്ന് തോന്നുന്നു. അച്ഛൻ എന്താണ് തപ്പണമെന്ന് നോക്കിയപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു ഉപ്പും കുരുമുളകും കൂടി ഇപ്പോൾ ഇവിടെയാണ് നേർച്ചയ്ക്ക് വേണ്ടി ആൾക്കാർ കൊണ്ടിടുന്നത്. അപ്പോൾ നമ്മൾ ഫോണിലൊക്കെ അതിനെടുത്ത് കഴിക്കാറുണ്ടെന്ന്. ഇത് നേരത്തെ കുഞ്ഞിലേക്ക് പോകുമ്പോൾ അവിടെ നിറച്ച് മയിലൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അവിടെ മയിലൊന്നുമില്ല. നമ്മൾ കോലൊന്ന് പുറത്തുകൂടി ഒന്ന് പ്രദർശനം വെച്ച് തിരിച്ചിറങ്ങുകയാണ്. പിന്നെ കുഞ്ഞു മുട്ടകളെ കണ്ടു. അപ്പം നമ്മുടെ അച്ഛനും മോളും കൂടി ഒരേ ചർച്ചയാണ്. അച്ഛൻ പറയുന്നുണ്ട് ഈ ചെടിയിൽ നിന്ന് ഇല ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാലിൽ നമുക്ക് ഈക്കലിൽ കൊരുത്ത് കുമ്മിളുകൾ ഉണ്ടാക്കി വിടാൻ പറ്റും എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല. അങ്ങനെ വണ്ടിയുടെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും കുറേ കുരങ്ങന്മാർ. നമ്മൾ വണ്ടി കൊണ്ടിട്ടപ്പോഴും ഇതൊന്നും കണ്ടില്ലായിരുന്നു. ഒരു അമ്മയും കുഞ്ഞുമൊക്കെ അങ്ങനെ വന്നിരിക്കുകയാണ്. പക്ഷേ കുറച്ച് പഴം കൊണ്ടുപോയായിരുന്നു. ഏകദേശം 1 കിലോ പഴം കൊണ്ടുപോയായിരുന്നു. നമുക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഇവർക്ക് തന്നെ കൊടുത്തു. തുടക്കത്തിൽ 1-2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഒരു 10-20 കൂടുതലായിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എന്തായാലും ഇവരെ പേടിച്ചെടുക്കുക നമ്മൾ ഓടേണ്ട ഗതി വന്നു. കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയാൽ കൊണ്ടുവച്ച് കഴിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നേ. ഇവരാദ്യം വന്ന ആൾക്കാർ ഇവരായിരുന്നു. ചേട്ടാ അതിനെ ഓട്ടിച്ച് വിട്ടത് കണ്ടോ. അപ്പോൾ നമ്മൾ കുമാരകോവിലിനെ തിരിച്ചിട്ടുണ്ട്. ഇതിനടുത്ത് നമുക്ക് മണ്ടയ്ക്കാട്ട് പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെല്ലാം തൊഴുത് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ കാപ്പി കഴിച്ചിട്ടില്ലായിരുന്നു. വഴി കൊണ്ടുവച്ച് രാവിലെ നമ്മൾ ചെയ്ത് കൊണ്ടുപോയ കാപ്പിയായിരുന്നു. ദോശയും സാമ്പാറും ആയിരുന്നു. എല്ലാ സമയത്തും ഉച്ചയ്ക്കൊക്കെ കഴിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ എല്ലാം നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കാപ്പി കൂടി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് എവിടെ പോയാലും നമ്മൾ സാധാരണ കൊണ്ടുപോകാറുണ്ട് കാപ്പിയും ചോറും ഒക്കെ. ഇന്നും അതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുത്തു. വണ്ടിക്കകത്തിരുന്നാണ് കഴിച്ചത് കേട്ടോ. വേറെ സ്ഥലം കുറവ് കാരണം വണ്ടിക്കകത്ത് തന്നെ ഇരുന്നിരുന്ന് കഴിച്ചത്. അടിപൊളി ദോശയും സാമ്പാറൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.